ഹലോ നമസ്കാരം. ഒബ്സെഷൻ റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ്. ഒബ്സെഷൻ ഗ്ലോബൽ ഹിറ്റ് ആയിട്ടുള്ള പടമായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്ലോബൽ മെസ്സേജ് കാണുമെന്നത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കിടിലം പടം ഒബ്സെഷൻ ഫ്രം ദ ഡയറക്ടർ ഓഫ് എന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വേറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ എഡിറ്റർ എല്ലാം കറി ബാക്കർ. എന്താണ് പടം വേണേ, ഇതാണ് ചിത്രം, ഇതാണ് പടം. ഹോളിവുഡ് പടങ്ങൾ അങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കാണാറില്ല, പക്ഷെ ഇത് നല്ല അഭിപ്രായം കിട്ടും. ഫസ്റ്റ് മാസം തിയേറ്റർ എന്ന് പറഞ്ഞാൽ പോയി കണ്ടതാ, കിളി പോയി. കിട്ടില്ല പടം. ഇതൊരു പ്രേതപ്പടം, ഗോസ്റ്റ് പടം എന്നുള്ള മൂഡിൽ നിങ്ങൾ കാണണ്ട. ഇതൊരു പ്രേതപ്പടമല്ല, ഇതൊരു മിസ്റ്ററി പടമാണ്. ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഞെട്ടിപ്പിക്കും നിങ്ങളെ. ഞെട്ടിപ്പിക്കില്ല നല്ല, പക്ഷെ ഒരുപാട് ചിന്തിക്കാനുള്ള പടമാണ്. ഒരു ഗ്ലോബൽ മെസ്സേജ് ഉള്ള പടം കൂടിയാണ്. ഇതിൻ്റെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇൻഡി ആക്ട്രസ് നല്ല കിട്ടിലായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്കിൾ ജോൺസൺ ഇതിൽ ആക്ട്രസ്സാണ്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇതിൽ ടൈലർ ക്ലാഫ്രിൻസാണ് ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അത് അന്യായമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണിത്, കാരണം വളരെ കുറച്ച് ക്യാരക്ടറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൽ 18+ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പേടിക്കാൻ മാത്രമല്ല, ഒരുപാട് ഈ തെറിവിളികളൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്ത കുറച്ച് പരിപാടികളും ഈ സിനിമയിലുണ്ട്. സോ 18+, 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ഈ സിനിമ കാണുക. ഇതിൻ്റെ ഒരു ഗ്ലോബൽ മെസ്സേജ് എന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് നടക്കുന്നു ഒരു പയ്യൻ. അദ്ദേഹത്തിന് ഇഷ്ടം പറയാനായിട്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ റെസ്പോൺസ് അദ്ദേഹം നോക്കുന്നില്ല, പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ വശീകരണം, അല്ലെങ്കിൽ മറ്റേ പൂജ, ഏലസ് പരിപാടികൾ, മിത്തിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എനർജിയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ല നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല സോഴ്സുകൾ, ഉറവിടങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കറി ബർക്കർ എന്നാണ് അതിൻ്റെ പേര്. കറി ബാർക്കർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു ഫോമുലയാണ്. അതായത് അത് ഒരു മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിൻ്റെ പോലെയല്ലേ അവരുടെ നാടുകളിലെ ഈ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് ഇതിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു പയ്യൻ ഭയങ്കര ഹാൻഡ്സമാണ്, ഭയങ്കര ഓവറായിട്ട് പുള്ളിക്കാരങ്ങനെ ഈ മിക്കി എന്നാണ് ഈ ആക്ട്രസിൻ്റെ പേര്. അപ്പോൾ അവരുടെ പിറകെ നടന്നുകൊണ്ട് ശല്യം ചെയ്യാനൊന്നുമല്ല, പക്ഷെ ആ ഇഷ്ടം പറയാൻ പുള്ളിക്കാർ ഭയങ്കര പേടിയാണ്, ഭയങ്കര ഫിയർലോസ് ആയിട്ടുള്ള ആളാണ്. ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഒരു എനർജിയെ കൂട്ടുപിടിക്കുന്നതാണ്. ആ എനർജി എന്ന് പറയുന്നത് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമല്ല, അത് ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചൊക്കെ കിട്ടും, അതായത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇദ്ദേഹം ആ ഒരു സംഭവം, ആ ഒരു പോസിറ്റീവ് എനർജി വാങ്ങുന്നതും അത് ബ്രോക്കൺ ചെയ്തതും പിന്നീട് ഈ മിക്കി എന്നുള്ള ക്യാരക്ടറിന് ഈ ബിയർ എന്നുള്ള ക്യാരക്ടറിനോട് വിട്ടുപോകാൻ പറ്റാത്ത അത്രയ്ക്ക് ഇഷ്ടം. അതായത് ലോകത്തിലെ തന്നെ തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ടാതെ ഈ ഒരു ബിയർ എന്നുള്ള ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ്. ആ ഒരു പരിപാടിയാണ് ഇതിൽ കറി ബക്കർ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല കിടിലനായിട്ടുള്ള സ്ക്രീൻ പ്ലേ, കിടിലൻ റൈറ്റിങ്, കിടിലനായിട്ടുള്ള മേക്കിങ്. 2 മണിക്കൂറിനടുത്തുള്ള പടത്തിൽ ശരിക്കും ചുറ്റിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രേതപ്പടമല്ല, പക്ഷേ പിന്നെ മിക്കി എന്നുള്ള ക്യാരക്ടറിന് സംഭവിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊരു മിസ്റ്ററി മൂഡ് പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പടം. ഇപ്പോൾ ഈ സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അയ്യോ പണി പാടുമോ, കാരണം നമുക്ക് ഇവർ ഈ ഫോണക്റ്റീസ് നമുക്ക് മനസ്സിലാവില്ലല്ലോ, വളരെ കുറച്ചേ മനസ്സിലാവുള്ളൂ. പക്ഷേ അത് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് കറക്റ്റായി തന്നു. കൺഫ്യൂഷൻസ് വരുന്നുണ്ട് പല പ്രത്യേകിച്ച് കുറച്ച് ഈ പടം തുടങ്ങുമ്പോഴേ കുറച്ച് ഈ ഫോട്ടോസും പരിപാടി കാണിക്കുന്ന കുറച്ച് കൺഫ്യൂഷനായി. അത് എന്താണെന്നറിയില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഈ പടം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കി എന്നുള്ള ക്യാരക്ടറിലൂടെ ഈ പടം ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ മിക്കി ഭയങ്കര അഡിക്റ്റായി പോയി ഇദ്ദേഹത്തോട്. അപ്പോൾ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യും, ജോലിക്ക് പോകാൻ പറ്റുന്നത്. ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇവരൊരു പഴയൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പഴയൊരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇവർ തമ്മിൽ പലപ്പോഴും പുറത്തേക്കൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ മിക്കിക്ക് ആക്ച്വലി മിക്കി എന്നുള്ള ക്യാരക്ടറിന് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അത് പല ഡയലോഗുകളോട് പറയുന്നുണ്ട്. കാരണം ഒരു ബ്രദർഹുഡായിട്ടാണ് കണ്ടിരിക്കുന്നതെന്നൊക്കെ പല സന്ദർഭത്തിൽ അദ്ദേഹം ഈ മിക്കി പറയുന്നുണ്ട്. പക്ഷെ ബിയറിന് മിക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നേടിയെടുക്കുകയാണ് ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിന് അർഹതയില്ല ഈ മിക്കിയെ കിട്ടാനായിട്ട്. പക്ഷെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു എനർജിയിലൂടെ ഇദ്ദേഹം ഈ മിക്കി എന്നുള്ള ക്യാരക്ടറിൻ്റെ ഇഷ്ടം പിടിച്ചു വെക്കുകയാണ്. അതായത്
പിടിച്ചിട്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് പറയുള്ളൂ, വേണമെങ്കിൽ മരിക്കും എന്നാണ് പറയുന്ന ക്യാരക്ടർ. ഒരു പരിപാടിയിലേക്ക് ഈ മിക്കിയെ ഈ ബിയറിൻ്റെ ഒരു എനർജി എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ബിയർ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഭയങ്കര എന്താ പറയുക, ഒരു പാവ ക്യാരക്ടറാണ്. ഒരു പെട്ടെന്ന് അനാവശ്യമായിട്ടുള്ള മിക്കി എന്നുള്ള ക്യാരക്ടറിനെ ഉപദ്രവിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടറൊന്നുമല്ല. അങ്ങനെയുള്ളൊരു പടം ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ട് ശരിക്കും ഞാനൊരു 10 മിനിറ്റ് ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ സീറ്റിൽ നിന്ന് എണീച്ചില്ല, കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ഹണ്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ മിക്കിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഒരു നോർമാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി, ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളൊരു പടം, ഈ പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. ഇങ്ങനത്തെ ഈ മിസ്റ്ററി മൂഡ് ഇഷ്ടമുള്ള ആളുകൾ മസ്റ്റായിട്ടും കാണണം. ഭയങ്കര പടം. കുറേ സ്പോയിലർ ഉണ്ട്, കുറേ പറയാനുണ്ട്, പക്ഷേ കുറേ സ്പോയിലേഴ്സ് ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമാണെങ്കിൽ, ഇങ്ങനത്തെ ഈ മിസ്റ്ററി മൂഡ് ഇഷ്ടമാണെങ്കിൽ, ഹോളിവുഡ് പടമാണ്, നിങ്ങൾ ട്രൈ ആൻഡ് വാച്ച്. കിട്ടില്ല പടം, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോളിവുഡ് മൂവി ഇൻ 2026.